മന്ത്രിസഭയിലെ ഭൂരിഭാഗം അംഗങ്ങളുടെയും മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് കനത്ത തിരിച്ചടി. കെ ബാബു, വി എസ് ശിവകുമാർ, പി കെ ജയലക്ഷ്മി, എം കെ മുനീർ, ഷിബു ബേബി ജോൺ എന്നിവരുടെ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം യുഡിഎഫ് സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും കെ എം മാണിയുടെയും മണ്ഡലങ്ങളിൽ യുഡിഎഫ് കോട്ടകൾ നിലനിർത്തി. കേരളത്തിൽ ആഞ്ഞുവീശിയ ഇടതുതരംഗം കോട്ടയത്തെ യുഡിഎഫ് കോട്ടകളിൽ ദുർബലമായി. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും യുഡിഎഫ് നിലനിർത്തി. ബാർക്കോഴ കേസിലെ അലയൊലികൾ പാലയിലെ രണ്ടിലയ്ക്ക് ഒരു വാട്ടവും വരുത്തിയില്ല. മലപ്പുറത്തെ ലീഗ് കേന്ദ്രങ്ങളിൽ കോണി ചരിഞ്ഞെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ വേങ്ങര ലീഗിനൊപ്പം തന്നെ നിന്നു. എന്നാൽ എം കെ മുനീറിൻ്റെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ യുഡിഎഫ് കൂപ്പുകുത്തി. വയനാട്ടിൽ പി കെ ജയലക്ഷ്മിയുടെ മണ്ഡലത്തിലെ ഏക നഗരസഭ ഇടത്തേക്ക് ചരിഞ്ഞപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ തുല്യമായി വീതിക്കപ്പെട്ടു. ആര്യാടൻ മുഹമ്മദിൻ്റെ സ്വന്തം വാർഡിൽ യുഡിഎഫിനെയും എൽഡിഎഫിനെയും പരാജയപ്പെടുത്തി CPIM വിമതൻ ജയിച്ചെങ്കിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരണം യുഡിഎഫ് നിലനിർത്തി. AI ഗ്രൂപ്പ് തർക്കം രൂക്ഷമായ തൃശൂരിൽ മന്ത്രി CN ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ പോലും യുഡിഎഫ് കോട്ടകൾ തകർന്നടിഞ്ഞു. എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ മണ്ഡലത്തിലെ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷം നേടിയെന്ന് മാത്രമല്ല, കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിന്റെ മണ്ഡലത്തിലും കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. ഇവിടുത്തെ ഭൂരിഭാഗം വാർഡുകളും BJP ആണ് നേടിയത്. RSP ലയിച്ച് ഒന്നായെങ്കിലും മന്ത്രി ഷിബു ബേബി ജോണിന്റെ മണ്ഡലമായ ചവറയിൽ കനത്ത തിരിച്ചടിയാണ് യുഡിഎഫിന് നേരിടേണ്ടി വന്നത്. എന്നാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ പുതിയതായി രൂപീകരിച്ച ഹരിപ്പാട് മുനിസിപ്പാലിറ്റി യുഡിഎഫ് നേടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.